പ്രണയചാരുത ഭാഗം 2. അമ്മേ ശേ, നാണക്കേടായല്ലോ. ആ, അവനെ വായി നോക്കി നടന്നാൽ ഇങ്ങനെ വീഴും. വാ, വേറെ ആരും കണ്ടില്ല, പെട്ടെന്ന് എണീക്ക്, ഒന്ന് പോടി. ഗൗരിയുടെ നോട്ടം ഇങ്ങനെ പറയുമ്പോഴും ആ കാന്തിക ശക്തിയുള്ള കണ്ണുകളുടെ പുറകെ തന്നെയായിരുന്നു. എടോ, തനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അവൻ്റെ ആ കണ്ണുകൾ അവളോട് ചോദിക്കുന്നതായി ഗൗരിക്ക് മനസ്സിൽ തോന്നി. വാ, പതുക്കെ നോക്കി നടക്ക് എന്ന രേണുവിൻ്റെ ശകാരമാണ് ഗൗരിയെ സ്വപ്നലോകത്ത് നിന്ന് ഉണർത്തിയത്. അങ്ങനെ അവർ കോളേജിലെത്തി. ക്ലാസ് റൂമിൽ വേദനയുള്ള കൈയും മേശപ്പുറത്ത് വെച്ച് തലചായ്ച്ച് കിടക്കുമ്പോഴും അവളുടെ അതരങ്ങളിൽ ചെറിയൊരു മന്ദസ്മിതം തെളിഞ്ഞു നിന്നു. ആരായിരിക്കും അത്? എന്നെ തന്നെ നോക്കിയെന്നതാകുമോ? അതോ ഇനി എനിക്ക് തോന്നിയതാണോ? അല്ല, എന്നെയല്ലേ നോക്കി ചിരിച്ചത്? അങ്ങനെ ഒരു 100,000 ചോദ്യോത്തരങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. എന്താടി, എന്തു പറ്റി? വേദനയുണ്ടോ? എന്താടി? ആ, മോൾ ഏത് ഗ്രഹത്തിൽ പോയേക്കുമായിരുന്നു? വന്നേ, ഇങ്ങ് ഭൂമിയിലേക്ക് വാ, ഒന്ന് പൊടി. എന്താടി, ഒരു സ്വപ്നലോകത്തെ ജീവിയാകാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ഡി, നീ ഒന്ന് ചുമ്മാതിരുന്നേ, വെറുതെ എഴുതാപ്പുറം വായിക്കാതെ. ഉവ്വ ബബ്ബ അല്ല, ഭൂമിയുടെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടപൂജ്യം. അയ്യോ സോറി ഗൈസ്, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഉവ്വേ, പെണ്ണിൻ്റെ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട്. രാവിലെ കണ്ട അവനാണോ ഡി? ഏതവൻ? ആ, നിനക്കെന്താ വിക്കുണ്ടോ? വിക്കോ? എനിക്ക് വിക്കൊന്നുമില്ല. ഗൗരി, ഒന്നും വേണ്ട കേട്ടോ. മനസ്സിലെന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നീ അത് കളഞ്ഞേക്ക്. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. വിട്ടേക്ക് മോളെ. അവൻ നിനക്ക് വേണ്ടിയല്ല, മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് നിന്നതാണെങ്കിലോ? അരുതാത്ത ഒന്നും വേണ്ടാടി. ഒന്നുമില്ലടി, ഞാനത് ഓർത്തുകൂടിയില്ല. നിനക്കറിയില്ലേ എന്നെ? പിന്നെ നമ്മുടെ മൗത്ത് ലുക്കിങ്ങിൻ്റെ ഒരു ഹരമൊന്നും ഇതിൽ കിട്ടത്തില്ലല്ലോ. ഹേ ഗൈസ്, വായ്നോട്ടം. രണ്ടുപേരുടെയും ചിരിയും സംസാരവും ഒക്കെ നടക്കുന്നതിനിടയിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നഷ്ടത്തിൻ്റെ വേദന അനുഭവപ്പെട്ടു ഗൗരിക്ക്. ഉച്ച കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോയി രേണുവിനെ കാത്തു നിൽക്കുകയായിരുന്നു ഗൗരി. ഇടിയൊന്ന് വേഗം വാ, മഴക്കോളുണ്ട്. ഗൗരി രേണുവിനെ നോക്കി പറഞ്ഞു. ഇതെന്താ പതിവില്ലാത്തൊരു മഴക്കോള്? ഈശ്വര, കുട പോലും എടുത്തിട്ടില്ല. വേഗം നടക്ക്. 4:20 ലോകനാഥനും കൂടി പോയി കാണും. അവളുടെ ഒരു ലൈബ്രറി പോക്ക്. എടി, നീ മറന്നോ? നാളെയല്ലേ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം? അതാ ഞാൻ. കുട ഇല്ലാത്തത് കാരണം ചാറ്റൽ മഴ കൊണ്ട് അത്യാവശ്യം നനഞ്ഞാണ് രണ്ടുപേരുടെയും യാത്ര. മഴത്തുള്ളികൾ നനഞ്ഞ മുടിയിഴയെ നെറ്റിത്തടത്തിൽ നിന്ന് വകഞ്ഞു മാറ്റി മാൻപേയുടെ കണ്ണുകളാൽ മേഘവിധാനത്തിൻ്റെ മട്ടുപ്പാവിൽ കൺകോർത്തിരിക്കവേ പെട്ടെന്ന് എന്തോ ഒരു അശരീരി അവളെ തേടിയെത്തി. ആകാശക്കോണിൽ